ഭിന്നശേഷിക്കാരിയായ മകൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ താങ്ങായിരുന്ന സോഫിയയുടെ മരണം ഒരു നാടിനാകെ വേദനയായി മാറുകയാണ്. കൊല്ലപ്പെട്ട സോഫിയ വന്യജീവി ശല്യത്തിന്റെ ഭീകരത വിവരിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സോഫിയ നാളുകൾക്ക് മുൻപ് ദുരിതങ്ങൾ പങ്കുവെക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പുള്ളി പോകുമ്പോ കാണിക്കും നിങ്ങൾ ആന നേരെ വരുമോ, കൊച്ചു വീണു ആന TR&D എസ്റ്റേറ്റിൽ വർഷങ്ങളായി തുടരുന്ന കാട്ടാന ശല്യത്തെക്കുറിച്ച് സോഫിയയും മകളും ഭർത്താവും വിവരിക്കുന്ന ദൃശ്യങ്ങളാണിത്. സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത മകളുടെ ആശങ്കയും വ്യക്തമാണ്. 6000 ഏക്കർ പടർന്നു കിടക്കുന്ന TR&D എസ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ കൊമ്പൻപാറയിലാണ് സോഫിയയും കുടുംബവും താമസിച്ചിരുന്നത്. അയൽവാസികളായി ആകെയുള്ളത് മറ്റു 2 കുടുംബങ്ങൾ. 3.5 കിലോമീറ്റർ അധികമുള്ള വിജനമായ റോഡിലൂടെ ആനയെ ഭയന്നുള്ള യാത്ര. ഭിന്നശേഷിക്കാരിയായ മകൾക്ക് സംരക്ഷണമൊരുക്കിയുള്ള യാത്രയ്ക്ക് ഉമ്മ സോഫിയ ഇല്ലാത്തത് നികത്താനാവാത്ത നഷ്ടം. നേരത്തെ കാല് ആനയെ കണ്ടിട്ട് ഓടി പിന്നെ താഴോട്ട് വീണിട്ട് കാലിലെ പൊട്ടലുണ്ടായിരുന്നു. ഞാൻ കുട്ടിക്കാലത്ത് മന്ത്രിയെ കണ്ട് പിന്നെ പരാതിയൊക്കെ കൊടുത്തതാണ്. പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ പിന്നെ നിങ്ങൾക്ക് സോളാർ ഇട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞതില്ലാതെ ഒന്നും ചെയ്തിട്ടുമില്ല. ഉദ്യോഗസ്ഥന്മാരൊന്നും തിരിഞ്ഞുകൂടെ നോക്കിയിട്ടില്ല. കഴിഞ്ഞ 25 കൊല്ലത്തിലധികമായി സോഫിയയും കുടുംബവും താമസിക്കുന്നത് TR&D എസ്റ്റേറ്റിലാണ്. വീടിനോട് ചേർന്ന ഇക്കാലം അത്രയും ഉപയോഗിച്ചിരുന്ന ഓലിയിൽ ഇന്നലെ വൈകിട്ടും സോഫിയ പോയി. വൈകിട്ട് 6 മണിയോടെ കലിപൂണ്ട കാട്ടാന സോഫിയയെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. കാട്ടാന ആക്രമിച്ച അമ്മയുടെ മൃതദേഹം കാണേണ്ടി വന്ന മകന്റെ വേദനയും വിഷമങ്ങൾ പറയാൻ കഴിയാത്ത മകളുടെ നൊമ്പരത്തിനും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക ഒന്നുമാവില്ല. 24 ഇടുക്കി.